പോവാണ് കേട്ടോ. 10:30 ഷോ, 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് മാളിലേക്ക് പോട്ടെ. അപ്പോൾ ഞാൻ മിസ്സസ് സ്റ്റെഫി ഞങ്ങൾ മാത്രമുള്ള ഒന്നും എത്തിയിട്ട് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ മൂകാംബിക പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗുകളാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോണ ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ അധികം കറങ്ങാൻ പോകാറൊന്നുമില്ല. ഞാൻ കൂടുതൽ ഫാമിലിയുടെ കൂടെ ഒക്കെ തന്നെ പോവാറ്. അപ്പം നമ്മളിന്ന് സ്റ്റെഫിയുടെയും അനാമിയുടെയും കൂടെ പോവാൻ നിൽക്കാട്ടോ. അനാമി എന്ന് പറയുമ്പോൾ എനിക്ക് കാ കയറി വരും. അപ്പോൾ ആമിയുടെ പേര് അനാമിക എന്നാണല്ലോ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പാലസില്ലേ, നമ്മുടെ വടക്കേ സ്റ്റാൻഡിനോടെ പാലസിൽ പോകാനാ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഒരു ഫിലിമിൻ്റെ പ്ലാനിങ്ങും കൂടെ ഇടയിൽ കയറി വന്നപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹൈലൈറ്റ് മാളിലെ പുതിയ തിയേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ ലക്സിയിൽ പോയിട്ട് ഫിലിം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പുതിയൊരു ഫിലിം റിലീസാവാണ്, ആശകൾ 1000 അങ്ങനെ ഒരു ഫിലിം ജയറാമിൻ്റെ. അപ്പോൾ എന്തായാലും ഫീൽ ഗുഡ് മൂവി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ കേട്ടോ. 10:30 ഷോ, 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് മാളിലേക്ക് പോട്ടെ. അപ്പോൾ ഞാനിന്ന് സ്ലീവ്ലെസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഞാൻ ഇടാറില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ഇടാൻ. അപ്പോൾ എനിക്ക് വലിയ ബോറല്ലാന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതട്ടേക്കണം. ഞാൻ കോട്ട് എടുത്തിട്ടുണ്ട്, കാരണം തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് തണുവാണ്. അപ്പോൾ ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. സാധാരണ ഞാൻ അവരുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ വ്ളോഗ് ചെയ്യാറില്ല. അപ്പോൾ അവരുടെ വ്ളോഗിലൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടാവില്ല അധികം. അപ്പോൾ നമുക്കിന്നൊരു ലോങ് വീഡിയോയിൽ നമുക്ക് അവരെ കാണാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് തിയേറ്ററിൽ പോവാം. മോളിലേക്ക് ഷോപ്പൊന്നും തുറന്നിട്ടില്ല. ഇതാ വരുന്നു രണ്ടാള്. മിസ്സസ് സ്റ്റെഫി അനാമി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒന്നും കൂടിയിട്ട്. ഞങ്ങൾ ഒരു വർഷം മുന്നാന്നുകൊണ്ട് ശോഭ മോളിൽ ഇതേപോലെ ഒന്ന് മീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാൻ കിട്ടുന്ന അവസരമല്ലേ. അങ്ങനെ ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. ഡാഡി അപ്പം ഞങ്ങളിപ്പോൾ ലക്സി തിയേറ്ററിൽ ഇതുവരെയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നമുക്ക് സമാധാനമായിട്ട് കുറച്ച് ഇരുന്ന് വർത്താനം പറയാമല്ലോ ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഹൈലൈറ്റ് മാൾ ചൂസ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ശോഭ മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ തിയേറ്ററിൽ. എനിക്ക് തോന്നുന്നത് അത് ഫസ്റ്റ് ഷോ ആയിരുന്നു. പിന്നെ നോർമൽ തിയേറ്ററിനേക്കാളും റേറ്റ് കൂടുതലാണല്ലോ ഇങ്ങനെയുള്ള തിയേറ്ററിൽ, ചിലപ്പോൾ അതുകൊണ്ടാവാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കളിച്ച പോലെ കേട്ടോ ഫിലിം. ഞങ്ങൾ ആകെ ഒരു 5-6 പേര് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായിരിക്കുന്ന 2 പേരും ഞങ്ങൾ 3 പേരും. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഓളത്തിലിരുന്ന് ഫിലിം കാണാനാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം. പക്ഷേ അന്നത്തെ ദിവസം അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കമ്പനിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടല്ലേടി 3 പേര് മാത്രമായിട്ട് അവരെ കൂട്ടണം നമുക്ക് ദൂരെ. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സിനിമ കളിക്കുന്നു. നേടിയിട്ടില്ല മാത്രല്ല അയ്യോ ഇരുന്നും കിടന്നൊക്കെ കാണാമല്ലോ. ഇവിടെ ഇരുന്ന് കാണാതെ ശരിക്കും. പക്ഷെ രസമുണ്ടാവും ഇവിടെ ഇരുന്ന് സ്ക്രീൻ കാണുമ്പോ. ഭയങ്കര ഇങ്ങനെയല്ല കാണണ. പോലെ ഉറങ്ങാൻ വേണ്ടിട്ടുള്ളതാ തോന്നുന്നു കേട്ടോ. ഇതിന്റെ ബാക്കിലല്ല ശരിക്കും ഇടാറ്. ഷോപ്പിലൊക്കെ അനുഭവം വരൂ അല്ലേ. ഒരാളുടെ പേഴ്സ് പോയി ഗൈസ്, സ്കൂള് ആനുവൽ ഡേക്ക് പോയിട്ട്. അതന്നെ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാഗ് സൂക്ഷിച്ചോളൂ.
ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. കാരണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 1:45 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കുറച്ച് നേരമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ത് വാങ്ങിക്കും എന്നുള്ളത്. സ്റ്റെഫിക്ക് വേറെ ഒരു ഫുഡ് ഐറ്റംസും വലിയ താല്പര്യമൊന്നുമില്ല. അവൾ ബിരിയാണിയുടെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാം എന്നുള്ളൊരു രീതിയിൽ അവിൽ മിൽക്കും വാങ്ങിച്ചു, ബിരിയാണിയും വാങ്ങിച്ചു. അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പലപ്പോഴും സ്കൂളിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടേതായ ഒരു സമയം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാറില്ല. എല്ലാവരും പല ബിസീൻ്റെ ഇടയിലാണ് ഈ കാണാറ്. അപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങളൊരു മീറ്റപ്പൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ എല്ലാവരും. അപ്പം അങ്ങനെയാണ് കേട്ടോ ഒന്നും കൂടാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് പിരിയുമ്പോൾ നമ്മൾ ഒരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണണം എന്നൊക്കെ. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് പോസിബിൾ ആവാറില്ല. ഫുള്ള് അവളാണ് കഴിക്കാൻ പോണത്, അവൾക്ക് മാത്രം. നല്ല ലൈറ്റ് അടി. എന്റെ എടുക്കുമ്പോ നല്ല ലൈറ്റ് ഉണ്ടായിരുന്ന, നല്ല ലൈറ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് ഫുഡേ കഴിക്കാറുള്ളൂ. കണ്ടാലും പറയും നല്ലോണം വിശക്കണായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നുന്നത് ഞാനായിരിക്കും. സ്റ്റെഫീനെ അനാമീനൊക്കെ ഞാൻ സ്കൂൾ PTA വഴി പരിചയപ്പെട്ടതാണ് കേട്ടോ. ഒരു PTA ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വന്ന് ചേരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ കോയിൻസിഡൻ്റ്ലി സ്കൂൾ PTA ആർമി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സീക്രാട്സിൽ വന്ന് ചേർന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയത് എനിക്ക് അവിടെ നിന്ന്, വീണേനായാലും സ്റ്റെഫീനായാലും ഞങ്ങളായിരുന്നു ആദ്യത്തെ ഒരു കൂട്ടുകെട്ട്. പിന്നത്തെ ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അനാമിയൊക്കെ വന്നത്. പക്ഷേ ഉണ്ടല്ലോ, നമുക്കൊരു ഈഗോ ഇല്ലാത്ത ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സാണ് ഞങ്ങൾ. പല കാര്യങ്ങളിലും അങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റിലുള്ളവരൊന്നല്ല, എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി മെസ്സേജും കാര്യങ്ങളും ഒന്നും ഉള്ളവരല്ല. പക്ഷെ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും എന്ന് അറിയാവുന്ന കുറച്ചൊരു ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ്. അനുസരിച്ച് കാണാറില്ലേ? 21-ാം തീയതി ഈ മാസം എന്റെ ബർത്ത്ഡേക്ക് ഇവർ എനിക്ക് ട്രീറ്റ് തരും ഗൈസ്. അടുത്ത തവണയെങ്കിലും ആളുകളിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാന്ന് പ്രോമിസ് ചെയ്ത് ഞങ്ങൾ മൂന്നുപേരും പിരിഞ്ഞോട്ടോ. എൻ്റെ അമ്മയ്ക്ക് സ്ലീവ്ലെസ്സിൽ എന്നെ കാണുന്നത് ഇഷ്ടമില്ല. ഡ്രസ്സ് മാറി. മാത്രമല്ല നല്ല വെയിലുണ്ട്. പിന്നെ നമ്മൾ AC-ന്ന് ഇറങ്ങിയോണ്ടേ, എന്നെ എവിടേക്കാണ് നോക്കണേ, AC-ന്ന് ഇറങ്ങിയോണ്ടേ ഭയങ്കര ഒരു ചൂട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ അതെടുത്തിട്ടു. എനിക്ക് ഷഞ്ജനിക്ക് ഇതിട്ടിട്ട് കാണിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ അപ്പോൾ ആദ്യം വിളിക്കാൻ പോകാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് വരാം ഗൈസ്. ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട്, ഞങ്ങളല്ല ഞാൻ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോണ ഒരു വ്ളോഗാണെന്ന് ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പം ഞങ്ങൾ ഇന്ന് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ എന്തോ പരിപാടി ഉണ്ട്. ചേട്ടൻ വർക്ക് ചെയ്യണ തന്നെ അവിടെ DJ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടാണെന്ന്. ആദ്യം പോണില്ലാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചേട്ടൻ പറഞ്ഞു പോവാം. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങളിന്ന് വൈറ്റിലാണ് എല്ലാവരും. അച്ഛൻ വൈറ്റാ, മീൻ വൈറ്റാ. അപ്പോൾ നമുക്ക് പോവാം. എന്തൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. മൈക്കിൻ്റെ ഒരു സംഭവം എന്ത് പ്രശ്നമുണ്ട്, ആ ചാർജിൽ കുത്തുമ്പോൾ മാത്രമേ പിന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്താണോ നമുക്ക് പോവാം. എൻ്റെ ട്രൈപോഡ് എവിടെയാ? വണ്ടിയിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചേട്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഒരു ഗെറ്റ് ടുഗദർ പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നത്. ഞാൻ ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൻ്റെ എന്തോ ഒരു കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്നോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഒരുപാട് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അമ്മി പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങി നടക്കാം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. ഫുഡ്
ചെറിയ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുത്താമ്പള്ളിയുടെ ഒരു സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സാരിയൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ വാങ്ങിച്ചൊന്നുമില്ലേ. പിന്നെ അവിടെ നിന്ന് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. എല്ലാവരും എണീറ്റ് പോയി. ആമിയൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് വാങ്ങിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമി ലെഗ് പീസൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനത്തെ പീസുകളാണ് എനിക്കിഷ്ടം. അവൾക്ക് നമ്മുടെ ഫ്ലഷ് ഉള്ള പീസുകളാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ അവളുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ഞാൻ അവൾക്ക് കമ്പനിക്ക് വേണ്ടി ഇരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വാട്ടർ ഡ്രം ഒക്കെ ഉള്ള ഒരു DJ ഉണ്ടല്ലോ. ഞാൻ DJക്ക് പോയിട്ടുണ്ട്, പക്ഷെ വാട്ടർ ഡ്രം ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ കാഴ്ചക്കാരായിട്ട് പോയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി കളിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അജിയേട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു ഞങ്ങൾക്ക്. അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് കോപ്പിറൈറ്റ് വരുമോ കാര്യങ്ങളൊന്നും. ഞാൻ എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അഭിച്ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആളുടെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വാരിയിട്ടുണ്ട്. അപ്പോൾ അഭിച്ചേട്ടനെ കുറച്ച് നാളായില്ലേ നിങ്ങളിങ്ങനെ വ്ളോഗിലൊക്കെ കണ്ടിട്ട്. കാരണം ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇപ്പോൾ അങ്ങനെ എടുക്കലില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. അപ്പോൾ അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയും കുഞ്ഞൊക്കെ ആദ്യം ചേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ വെളിച്ചം, നല്ല റെഡ് കളർ വെളിച്ചം മുഖത്തേക്ക് അടിച്ചിട്ട്. പിന്നെ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ബൂത്ത് പോലെയൊക്കെ ഒരു സെക്ഷനൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പകൽ വരണ്ട അതിനൊക്കെ. ഈ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഫോട്ടോ ബൂത്ത് അങ്ങനത്തെ. പിന്നെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. എനിക്ക് ആ സമയത്ത് കഴിക്കാൻ തോന്നിയത്. സാധാരണ എനിക്ക് ഐസ്ക്രീം വലിയ താല്പര്യമില്ല, പക്ഷെ ചില സമയത്ത് ഞാൻ കഴിക്കും. അപ്പോൾ ചോക്കോബാറാണ് ഞാൻ കൂടുതൽ കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും അവസരം വന്നാൽ ചോക്കോബാറാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഞാനും ചേട്ടനും ആദ്യം ചോക്കോബാർ കഴിച്ചു. ബാക്കി എല്ലാവരും കോണൈസും കോൺ ടോപ്പ് ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാണ്ട് വന്നൊരു പരിപാടിയാണ് കേട്ടോ. ആദ്യം പോണില്ല എന്നൊക്കെയാണ് അബ്ചേട്ടൻ പറഞ്ഞാണെന്ന് ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും എന്നൊക്കെ. പക്ഷെ പിന്നെയാണ് വിളിച്ച് പറഞ്ഞത് നമുക്ക് 7 മണിയാകുമ്പോൾ ഇറങ്ങാം, അജിയേട്ടൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. എന്തായാലും വന്നില്ലെങ്കിൽ മിസ്സായി പോയാനെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഉണ്ണിക്കുട്ടൻ്റെ ഇപ്പോൾ 10th ആയതുകൊണ്ട് തന്നെ അവന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു റിലീഫാണ് കേട്ടോ, ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാന്നൊക്കെ പറയണത്. കാരണം 10th എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിലബസ് ഭയങ്കര ടഫായി, ക്വസ്റ്റ്യൻ പേപ്പറും ഭയങ്കര ടഫായി. അപ്പോൾ പിള്ളേർ ഭയങ്കര സ്ട്രെസ്സിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഈ ഒരു ഇയർ 10th എഴുതുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുതിയ സിലബസും ആയതുകൊണ്ടേ പിള്ളേർ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നണു കേട്ടോ. അഭിച്ചേട്ടൻ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചിട്ട് പിന്നെ ആരെയോ രൂക്ഷമായിട്ടൊക്കെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇവർ ഇത് എന്ത് തേങ്ങ കാണിക്കുന്നതെന്നാവൂട്ടാ. പിന്നെ ഈ ലൈറ്റ് ചില സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇടയ്ക്ക് ചെന്ന് നിന്ന സമയത്ത് എനിക്ക് ആ ലൈറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തിരി സമയം എടുത്തായിരുന്നു. കണ്ണിലേക്ക് ഇങ്ങനെ മിന്നി മിന്നി വരുമ്പോഴേ. പിന്നെന്താ പറയുക, ഇങ്ങനത്തെ ഒരു വൈബാകുമ്പോൾ മിസ് ചെയ്ത് കളയാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആദ്യമായിരുന്നു നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളോട് ഐസ്ക്രീം തിന്നാൻ പോയിരുന്നല്ലോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ചൊരു സ്ലോ പാട്ടിലേക്കൊക്കെ പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു കേട്ടോ. അവരൊക്കെ വീട്ടിലിറക്കി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി, എൻ്റെ വീട്ടിൽ പോയി. കാരണം പിറ്റേ ദിവസം ഒരു കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം സാരി കളക്ഷനൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുവിധമുള്ളതൊക്കെ ഞാനിപ്പോൾ കലോത്സവത്തിനും അങ്ങനെയൊക്കെ ആയിട്ടെടുത്തു. അപ്പോൾ എനിക്ക് നാളെ ഒരു സാരി ഉടുക്കാൻ, ഞാൻ പറഞ്ഞില്ല ഇപ്പം എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇപ്പോൾ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ അമ്മയുടെ നിന്ന് ഒരു സാരി കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവിടെ പോയി എല്ലാവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളൊരു ഷോപ്പ് തിരയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ കാളത്തോടൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. കാളത്തോടോ പറവട്ടാനിയോ എവിടെയെങ്കിലും ഒരു നല്ല ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇന്നാദിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പതിവില്ലാണ്ട് ഞാൻ കാലത്തന്നെ ജോബി മാഷിൻ്റെ അവിടേക്ക് ഓടാൻ വിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് പിന്നെ മ്യൂസിക് ക്ലാസ്, ട്യൂഷനൊക്കെ കൂടെ ആയിട്ട് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഓഫായിട്ടായിരുന്നു. പിന്നെ കുഞ്ഞ് വിളിച്ചപ്പോൾ കളിക്കാൻ പോയതാണേ. ഗൈസ്, ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഞങ്ങൾ റീലൊക്കെ എടുത്തു. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള റീലൊക്കെ എടുത്തിട്ട് കുറേ നാളായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു റീലൊക്കെ എടുത്തു. കുറച്ച് നേരമൊക്കെ DJക്ക് കളിച്ചു കേട്ടാ. രസമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അത് പിന്നെ നിറച്ച് പൊടി വറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ, തുമ്മലൊക്കെ വരാം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇന്നത്തെ ഒരു 2 ദിവസത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. കാരണം ചെറുതാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. കുറേ പേര് കാണുമ്പോൾ പറയുന്നുണ്ട് വീഡിയോസ് നല്ലതാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ലോങ് വീഡിയോസ് കൂടെ ഉഷാറായാലാണ് എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്പെഷ്യലി വല്ല ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ മാത്രം എടുക്കണം, ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും എടുക്കാണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുന്നേ, നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നാളത്തെ വീഡിയോ ആയിരിക്കും ഞാൻ മിക്കവാറും എടുക്കുക. നാളെ ഒരു കല്യാണം ഉണ്ട്, പിന്നെ മാമൻ്റെ കൂടെ പൂയാണ്, കാവടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മിക്കവാറും നാളത്തെ ഒരു വ്ളോഗ് എടുക്കാൻ ചാൻസ് ഉണ്ട്, അറിഞ്ഞൂടാ, മേ ബി നോക്കിയിട്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറയണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.